ഇടുക്കി പണിക്കൻകുടിയിൽ 4 വയസ്സുകാരനെയും അമ്മയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പണിക്കൻകുടി സ്വദേശിനി രഞ്ജിനി, മകൻ ആദിത്യൻ എന്നിവരാണ് മരിച്ചത്. മകനെ കൊലപ്പെടുത്തിയ ശേഷം രഞ്ജിനി ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളുണ്ടോ, സൂചനകളുണ്ടോ രാഹുൽ? വിജയകുമാർ, പോലീസിന്റെ കയ്യിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ രഞ്ജിനി ഈ 4 വയസ്സുകാരൻ മകൻ ആദിത്യനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. ആദിത്യൻ വിദ്യാർത്ഥിയാണ്. സ്കൂളിൽ പോയതിനു ശേഷം മടങ്ങിയെത്തിയ കുട്ടിയെ ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കിട്ട് ജനലിൽ തൂക്കിയെന്നും പിന്നീട് ഈ മാതാവ് രഞ്ജിനി ഉത്തരത്തിൽ ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ ഇടുകയുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭർത്താവ് ഷാലറ്റിനോട് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് രഞ്ജിനി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ ഈ കുട്ടി തൂങ്ങിയ നിലയിലായിരുന്നു, ജനലിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ജീവനുണ്ട് എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ പെട്ടെന്ന് തന്നെ അഴിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും വെള്ളത്തൂവൽ പോലീസ് മേൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നടക്കമുള്ള വിശദമായിട്ടുള്ള അന്വേഷണം വെള്ളത്തൂവൽ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. മകനെ കൊലപ്പെടുത്തിയ ശേഷം രഞ്ജിനി ആത്മഹത്യ ചെയ്തു എന്ന പ്രാഥമിക സൂചനകളുണ്ട്. ഭർത്താവിനോട് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നവർ വിളിച്ചു പറഞ്ഞു എന്നാണ് ഭർത്താവ് പ്രതികരിച്ചത്. എന്തിനത് ചെയ്തു എന്നത് സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ രാഹുൽ? അങ്ങനെ ഭർത്താവിനോട് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ജീവൻ ഒടുക്കാൻ തക്ക പ്രശ്നങ്ങൾ ഇവർക്കിടയിലുണ്ടോ എന്ന് നാട്ടുകാരോ അയൽക്കാരോ പറയുന്നുണ്ടോ? അവിടെ ആ നിലയിൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ നമുക്ക്? വിജയകുമാർ, ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഈ കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് യാതൊരു തരത്തിലുള്ള വിവരമോ സൂചനയുമില്ല. ഈ നാട്ടുകാരൊക്കെ തന്നെ പറയുന്ന ഇവർ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ഒരു മോശാഭിപ്രായം പറയാനുള്ള അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുടുംബമാണെന്ന് പറയാൻ പാകത്തിനുള്ള ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ചില സംശയങ്ങളൊക്കെ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, ഈ രഞ്ജിനിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് എത്രത്തോളം നമുക്ക് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതിന്റെ ഏതെങ്കിലും ഒരു വിശദീകരണം ലഭ്യമായതിനു ശേഷം മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. ശരി രാഹുൽ, അത്തരം വിവരങ്ങൾ ശേഖരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.